ഹൗ പ്രൈസ് മൂവ്സ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്? നമ്മൾ ഈ സ്റ്റോക്സിന്റെ വില കൂടുന്നതും കുറയുന്നതും ഒക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ എങ്ങനെയാണ് ഈ പ്രൈസ് മൂവ് ചെയ്യുന്നത്? അത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നല്ല, എവിടെയും ആയിക്കൊള്ളട്ടെ, നമ്മൾ വാങ്ങുന്ന ഓരോ വസ്തുവിന്റെയും പ്രൈസ് തീരുമാനിക്കുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ്. അത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലെ നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള ഉള്ളി നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. സാധാരണ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറുള്ളത് 1000 ടൺ ഉള്ളിയാണ്. എന്നാൽ ഈ ഉള്ളി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഫ്ലഡ് വന്നിട്ട് നമുക്ക് ആകെ 800 ടൺ ഉള്ളിയെ കിട്ടിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിയുടെ വില കൂടും. കാരണം ഇവിടെ 1000 ടൺ ഉള്ളി വേണ്ടിടത്ത് 800 ടൺ ഉള്ളിയെ കിട്ടിയുള്ളൂ. സ്വാഭാവികമായിട്ടും ഉള്ളിയുടെ വില കൂടും. കാരണം ഇവിടെ ഉള്ളിയുടെ ഡിമാൻഡ് കൂടുന്നു, ഉള്ളിയുടെ ആവശ്യക്കാര് കൂടുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിയുടെ വിലയും കൂടുന്നു, ഉള്ളിയുടെ ഡിമാൻഡ് കൂടുന്നു. ഇനി അടുത്ത വർഷം, ഈ വർഷം വില ഇത്രയും കൂടിയത് കണ്ട് അടുത്ത വർഷം ഒരുപാട് കൃഷിക്കാര് ഉള്ളി കൃഷി ആരംഭിക്കും. സോ 1000 ടൺ ഉള്ളി വേണ്ടിടത്ത് നമുക്ക് 1200 ടൺ ഉള്ളി കിട്ടും. അപ്പൊ ഇവിടെ ഉള്ളിയുടെ വില കുറയും. കാരണം ഇവിടെ സപ്ലൈ കൂടി, ആവശ്യക്കാരുടെക്കാളും കൂടുതൽ ഇവിടെ സപ്ലൈ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഉള്ളിയുടെ വില കുറയും. ഇതാണ് സപ്ലൈ കൂടുമ്പോൾ വില കുറയുന്നതും ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടുന്നതും. ഇതേ കോൺസെപ്റ്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഒരു സ്റ്റോക്കിന് കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ ആ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടുകയും ഈ ഡിമാൻഡ് കുറയുമ്പോൾ അതിന്റെ പ്രൈസ് കുറയുകയും ചെയ്യുന്നു. ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ അടുത്തുണ്ടായ ഒരു റിയൽ ഇൻസിഡന്റ് വെച്ച് പറയാം. ഈ കോവിഡ് സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ കമ്പനികളുടെ എല്ലാം ഷെയർസ് നല്ല കുറഞ്ഞു. കാരണം ആളുകൾക്ക് എന്താണ് ഇനി സംഭവിക്കുന്നതെന്ന് അറിയില്ല. ആൾക്കാർ ആകെ പാനിക്കായി, അവരെല്ലാം ഷെയർസും വിൽക്കാൻ തുടങ്ങി. സോ വിൽക്കാൻ തുടങ്ങിയപ്പോൾ സപ്ലൈ കൂടിയപ്പോൾ പ്രൈസ് നല്ല കുറഞ്ഞു. ഇനി 2022 റിലയൻസ് അവരുടെ 5G നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്യുന്ന കാര്യം അനൗൺസ് ചെയ്തു. അതോടെ റിലയൻസിന്റെ ഷെയർസിന്റെ പ്രൈസ് നല്ല കൂടി, ആളുകൾ ഒരുപാട് ഷെയർസ് വാങ്ങാൻ തുടങ്ങി. സോ അപ്പോൾ ഡിമാൻഡ് കൂടിയതോടുകൂടി ഷെയറിന്റെ പ്രൈസും നല്ലപോലെ കൂടി. ഇതേപോലെയാണ് ഓരോ കമ്പനിയുടെ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിമാൻഡിനെയും സപ്ലൈനെയും ബേസ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്.